കൊട്ടാരത്തിലെ തമ്പുരാനും തമ്പുരാട്ടിയും കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞ ആ നിമിഷം തന്നെ ശിവദാസൻ കുടുംബത്തോടൊപ്പം ഒളിവിൽ പോവേണ്ട ആവശ്യം എന്താണ്? പ്രതിയാക്കപ്പെട്ട ഈ ശിവദാസൻ നല്ലവനാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ശിവദാസൻ പണം കൊടുത്തു വെച്ചിരിക്കുന്ന വക്കീലല്ല, കൊട്ടാരത്തിലുള്ളവരാണ്. ആശ്രിത വേഷം കെട്ടി കൊട്ടാരത്തിലുള്ളവരെ ആരും കൊല ചെയ്ത ശിവദാസൻ എന്ന ഈ ക്രിമിനലിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ശിവദാസനെ പോലെ നാട്ടിൻപുറത്തുകാരനായ ഒരാൾക്ക് ഫോസ്ഫറസ് പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൊലപാതകം ചെയ്യാൻ കഴിയുമെന്ന് ഈ കോടതി വിശ്വസിക്കുന്നില്ല. എന്നാൽ കോടികൾ വിലമതിക്കുന്ന മണിമാല കാണാതായതും ആ സമയത്ത് ശിവദാസന്റെയും കുടുംബത്തിന്റെയും മിസ്സിംഗും സംശയം ജനിപ്പിക്കുന്നതാണ്. കൊട്ടാരത്തിലെ ആരെങ്കിലും ശിവദാസൻ സത്യസന്ധനായിരുന്നു എന്ന കാര്യം രേഖാമൂലം കോടതിയെ ബോധിപ്പിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ കോടതിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റൂ. അതുവരെ പ്രതി എന്ന് സംശയിക്കുന്ന ശിവദാസൻ റിമാൻഡിൽ തുടരട്ടെ. കേസ് 26-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എന്ത് വേണം? ഒരു സഹായം ചോദിച്ചു വന്നതാ. 1000-2000 ആണെങ്കിൽ ഞാൻ അക്കൗണ്ടിലേക്ക് അയച്ചേക്കാം. ചേച്ചി, ഞാനിപ്പോ വന്നത് പണം ചോദിക്കാനല്ല. പിന്നെ ഒരു സഹായം ചോദിച്ചു വന്നതാ. സഹായം എന്നത് സമ്പത്തുകൊണ്ട് മാത്രമുള്ളതല്ല. ചേച്ചിയെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം തേടി വന്നതാ. ചേച്ചിയല്ല, മാഡം. ആ വിളി മതിയെന്ന് നിന്നോട് പലതവണ ഞാൻ പറഞ്ഞതാ. സോറി മാഡം. ഇന്ന് കോടതിയിൽ അച്ഛന്റെ കേസിന്റെ വാദമായിരുന്നു. എന്നിട്ട് എന്തായി? ജാമ്യം കിട്ടിയോ? ഇല്ല. ജാമ്യം കിട്ടണമെങ്കിൽ ആ കൊട്ടാരവുമായി ബന്ധമുള്ള ആരെങ്കിലും അച്ഛൻ വിശ്വസ്തനായിരുന്നു എന്ന് കോടതിയിൽ മൊഴി കൊടുക്കണം. അതാരാ? ഇപ്പൊ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത് ഐശ്വര്യലക്ഷ്മി മാഡത്തിന്റെ ഞരമ്പിലോടുന്നത് രാജരക്തമാണെന്നല്ലേ. അതുകൊണ്ട് മാഡം വന്ന് കോടതിയില് ശിവദാസൻ കൊട്ടാരത്തിലെ വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു എന്ന് മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകണം. അതുകൊണ്ട് മാത്രം ചിലപ്പോ നമ്മുടെ അച്ഛന് ജാമ്യം കിട്ടിയെന്ന് വരൂ. കാലി പിടിക്കും. തമ്പുരാനെയും തമ്പുരാട്ടിയും ചുട്ടുവന്ന പ്രതിക്ക് ഈ ഐശ്വര്യലക്ഷ്മി കോടതിയിൽ ചെന്ന് മൊഴി നൽകാനോ? സോഷ്യൽ മീഡിയാസ് ആഘോഷിക്കുന്ന ഒരു കേസിൽ ഈ ഐശ്വര്യലക്ഷ്മി പ്രതിക്ക് വേണ്ടി മൊഴി നൽകാൻ നിന്നാൽ എന്റെ സ്റ്റാറ്റസ് എന്താവും? മാത്രമല്ല, ഇപ്പൊ തന്നെ അമ്മയും സഹോദരിയും എന്ന പേരിൽ എനിക്ക് കാണുന്നതേ ഇപ്പോ ഒരു ഉള്ളിലൊരു ആദിയാ. ഞാൻ ശിവദാസന്റെ മകളാണെന്ന് അറിയുന്നതിന് മുന്നേ നിന്റെ അമ്മ ശിവദാസന്റെ ഭാര്യയാണെന്നും നീ ശിവദാസന്റെ മകളാണെന്നുള്ള DNA സർട്ടിഫിക്കറ്റ് അടക്കം രമാദേവിയുടെ കയ്യിൽ കിട്ടിയിരിക്കും.
വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ഇവരെ? എഴുന്നേക്കമ്മ, അമ്മ എഴുന്നേക്ക. നമ്മുടെ അച്ഛനായിട്ട് കരുതണ്ട, ഒരു സർവന്റ് ആയിട്ട് കരുതിയെങ്കിലും അച്ഛന് വേണ്ടി. സൂസനെ ഞാൻ ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ. ആ ഒരു മുഖലക്ഷണം വെച്ച് പറയുക. പറഞ്ഞോ കേൾക്കട്ടെ. സൂസൻ അടിപൊളിയാണെന്നല്ലേ? അല്ലെങ്കിൽ വേണ്ട, തനിക്കത് ഫീൽ ആവും. താൻ പറഞ്ഞോ? ഈ സൂസനെ കെട്ടുന്നവർക്ക് ആയുസ് കുറവായിരിക്കും. എന്നുവെച്ചാ കെട്ടുന്നവൻ തട്ടിപ്പോവും. അത് ചുമ്മാ. എങ്കിലേ ആരെങ്കിലും ഡെമോ ആക്കി കെട്ടിക്ക്. അപ്പൊ തനിക്ക് കാണാം കെട്ടുന്നവൻ കാലാപുരിക്ക് പോകുന്നത്. ഇനി അഥവാ താനാണ് കെട്ടുന്നതെങ്കിൽ താൻ കാലാപുരിക്ക് പോകുന്നത് എനിക്ക് കാണേണ്ടി വരും. അത് വേണ്ടെങ്കിൽ ആ സൂസനായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചേക്ക്. അല്ലെങ്കിൽ തന്നെ അവൾ എന്തിനു കൊള്ളാം? പൊക്കവും കുറവ്, കറുത്ത് ഇരുണ്ടിട്ട്, കാണാനാണെങ്കിൽ ഒരു മെനയുമില്ല. കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കും അവള്. ഒരു ഡ്രസ്സിംഗ് സെൻസും ഇല്ല. മൊത്തത്തിൽ അവള് കൊള്ളില്ല. പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ അവളെ വിട്ടിട്ട് വേറെ ആരെങ്കിലും നോക്ക്. ഇച്ചിരി കൂടെ ഹൈറ്റുള്ള, കുറച്ച് കാണാനൊക്കെ വെളുത്ത്, ഭയഭക്തി ബഹുമാനവും നല്ല മുടിയും നല്ല ചന്തമുള്ളൊരു പെണ്ണിനെ. അപ്പൊ താൻ രക്ഷപ്പെടും. ആ താൻ വാ, ക്യാൻറ്റീനിൽ നിന്നൊരു ചായ കുടിക്കാം.